പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വീണ്ടും നിങ്ങളോടൊപ്പമായി ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിയത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സകല വിധത്തിലും പ്രാപ്തി തന്നത് ഈ ദൈവവചനമാണ്. ദൈവവചനത്തിൽ ചിലപ്പോഴൊക്കെ ഇത് പ്രസംഗിക്കാനുള്ള ഒരു കാര്യമായിട്ട് ചിലർ കാണും, ഇല്ലെങ്കിൽ ഇതൊരു ഉപദേശമായിട്ട് കാണും. പക്ഷെ ശരിയായ നിലയിൽ ഈ വചനത്തെ മനസ്സിലാക്കിയാൽ വചനത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കരുത്ത്, ഈ വചനമാണ് നമ്മളെ നാമാക്കി തീർക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ആ വചനത്തെ ആ നിലവാരത്തിൽ കാണുന്നത്, അത് നമ്മുടെ ജീവിതത്തിന് നിലയെ മാറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാണ് എന്നെ ഞാനാക്കി തീർത്തത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്, എന്നെ നിർത്തിയത്, എന്നെ ബലപ്പെടുത്തിയത് ദൈവവചനം. അതുകൊണ്ട് വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എനിക്ക് മറ്റേത് കാര്യത്തെക്കാളും വലിയ സന്തോഷം ഉള്ള കാര്യമാണ് ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ. ഇന്ന് ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഓതർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. അതായത് വിശ്വാസത്തെ തുടങ്ങുന്നവനും വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ പ്രത്യേകത വിശ്വാസത്തെ ആരംഭിക്കുന്നു, വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നു. ഇപ്പൊ വിശ്വാസത്തെ തുടങ്ങി, വിശ്വാസത്തെ ആരംഭിച്ചു, വിശ്വാസത്തെ പൂർത്തീകരിക്കും. നമുക്കിന്ന് ലോകത്ത് അനേകരെ കാണാൻ സാധിക്കും. പലരും പല കാര്യങ്ങൾ തുടങ്ങും, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയാത്തതായ നിലയിൽ പലരും ചില കാര്യങ്ങളെ പകുതിക്ക് വിട്ടിരുന്നു. പക്ഷെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും തുടങ്ങിയവനും പൂർത്തീകരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത് തന്നെ സകലം ഉണ്ടാകട്ടെ എന്ന് കർത്താവ്. 1-ാം വാക്യത്തിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭൂമി പാഴായും ശൂന്യമായി വരുന്നു. 2-ാം വാക്യത്തിൽ കാണുന്നു ഉൽപ്പത്തി 1:2. എന്നാൽ 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നും 2-ാം വാക്യത്തിൽ ഭൂമി പാഴായും ശൂന്യമായി വരുന്നു എന്ന് കാണുമ്പോൾ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. കാരണം ആ സൃഷ്ടിയുടെ പൂർണ്ണമായ, അതായത് ഏത് നിലവാരത്തിൽ ആ സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കണം, ആ നിലയിൽ അതിന്റെ പ്രവൃത്തി മുഴുവൻ പൂർത്തിയാക്കിയ കർത്താവ് പറയുകയാണ് ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പൂർത്തീകരിക്കുന്നത് 7-ാം ദിവസം തന്റെ വേലയൊക്കെ നിവർത്തിച്ച ശേഷം. അങ്ങനെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ദൈവൻ തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ തന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താൻ. അവിടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത് 4-ാം അധ്യായത്തിൽ കർത്താവ് സകലതും ചെയ്തു തീർത്തു 7-ാം നാളിൽ. 4-ാം അധ്യായത്തിന് 4-ാം വാക്യം, എബ്രായർ 4:4. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറയും. അപ്പോ 3-ാം വാക്യത്തിൽ പറയുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോക സ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും. അപ്പൊ കർത്താവ് തന്റെ പ്രവൃത്തികളെല്ലാം ചെയ്ത് തീർത്തു, പൂർത്തീകരിച്ചു. അതാണ് നമ്മുടെ കർത്താവ്. അപ്പൊ അവൻ ചെയ്തു, പൂർത്തീകരിച്ചു. സകലത്തിനെയും ചെയ്തു പൂർത്തീകരിച്ചവനായ ദൈവം, എല്ലാ പ്രവൃത്തികളുടെയും പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചവനായ ദൈവം. ദൈവത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം ഇതാണ്: ആരംഭിച്ചു, പൂർത്തീകരിച്ചു. നമുക്ക് ഇവിടെ ആരംഭത്തിൽ തന്നെ സകലത്തെയും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ, അതായത് കർത്താവിന്റെ പ്രവൃത്തി എന്നതിനെ കുറിച്ച് നമുക്ക് 2 നിലയിൽ കാണാനായിട്ട് കഴിയും. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിൽ 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്,
പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്തു. അപ്പം പിതാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വചനമാണ് തന്റെ പ്രവൃത്തി. അതായത് കർത്താവ് ആദിയിൽ പറഞ്ഞതോടുകൂടി സകലത്തിന്റെയും പ്രവൃത്തി പൂർണ്ണമായി. കാരണം കർത്താവിന്റെ ഏറ്റവും ശക്തിയേറിയ ആയുധം എന്ന് പറയുന്നത് അവന്റെ വാക്കുകൾ, അവന്റെ വചനമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണുമ്പോൾ ദൈവത്തിന്റെ സകല പ്രവൃത്തികളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് അവന്റെ വചനം. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. നമുക്കറിയാം, നമുക്ക് ഓരോയിടത്തും കാണാൻ സാധിക്കുന്നത്, ഓരോരുത്തരുടെ ജീവിതത്തിലും അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ചെയ്തു. ദൈവം ദാവീദിനോട് പറഞ്ഞ പോലെ ദാവീദിലും ശലോമോനിലും നിവർത്തിച്ചു. അപ്പൊ ഈ കർത്താവിന്റെ പറഞ്ഞ വാക്കുകൾ, അവൻ പറയുന്ന വാക്കുകൾ അതുപോലെ നിവർത്തിക്കപ്പെടും. അവൻ അങ്ങനെയാണ്, അവൻ പറയുന്നതിനെ നിവർത്തിപ്പാൻ ശക്തൻ. നമ്മൾ അവിടെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൽ കാണുന്നത് വചനം ജഡമായത്. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. ഈ കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് അസാധാരണമായ ചലനത്തെ കൊണ്ടുവരുന്നു. സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്. അപ്പൊ എപ്പോഴാണ് നമ്മുടെ അകത്ത് ദൈവവചനത്തിന്റെ പ്രാധാന്യം ഉള്ളത്തിൽ ഉൾക്കൊള്ളുന്നത്, അതോടുകൂടി ജീവിതത്തിന്റെ അവസ്ഥ. നമുക്കിവിടെ ഈ ദൈവത്തിന്റെ വചനം സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കും, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കും. അപ്പൊ കർത്താവ് തന്റെ പ്രവൃത്തികൾ തികച്ചു എന്ന് പറയുന്നത് അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എപ്പോഴാ? ക്രൂശിൽ യേശു പരസ്യമായി പ്രസ്താവിച്ചത് 2024 വർഷങ്ങൾക്ക് മുമ്പ്, 2025 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇവിടെ വചനത്തിൽ പറയുന്നത് അവൻ ലോക ആരംഭത്തിങ്കിൽ തന്നെ തന്റെ പ്രവൃത്തികൾ തികച്ചു. ആരംഭത്തിൽ തന്നെ തന്റെ പ്രവൃത്തികൾ മുഴുവൻ ചെയ്ത് തീർത്തു. അവിടെ വേറൊന്നും നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് വെച്ചില്ല, പറഞ്ഞു തീർത്തു. അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞു തീർത്തവനായ കർത്താവിനെ കുറിച്ച് നമ്മൾ തുടർന്ന് വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നത്. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തും. അപ്പൊ ഇവിടെ വിശ്വാസത്തിന്റെ തുടക്കം, വിശ്വാസത്തിന്റെ നായകൻ. നമുക്കറിയാം, വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ ആ വാക്ക്, ആ വചനം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു. വിളി കേട്ട്, വാഗ്ദത്തം കേട്ട് അബ്രഹാം ഇറങ്ങി. എന്നാൽ തുടർന്ന് 13-ാം അധ്യായത്തിൽ ലോത്തും അബ്രഹാമും അവരുടെ സമ്പത്തിന്റെ വർധനവ് ആധിക്യ നിമിത്തം രണ്ടുപേരും സെപ്പറേറ്റ് ആയി. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ലോത്തിനുള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. പക്ഷെ അബ്രഹാം ചെന്ന് ലോത്തിനെയും നഷ്ടപ്പെട്ടതിനെല്ലാം പിടിച്ചെടുക്കുന്നു. മൽക്കീസദേക്കിനെ, കർത്താവിന്റെ പുരോഹിതനാകുന്ന മൽക്കീസദേക്കിനെ അബ്രഹാം കണ്ടുമുട്ടുന്നു. തനിക്കുള്ള സകലത്തിലും ദശാംശം കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ 14-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 15-ാം അധ്യായം ആരംഭിക്കുന്ന എങ്ങനെയാണ്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയം. അങ്ങനെയാണ് 15-ാം അധ്യായം. എന്നാൽ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവിടെ ആ വാക്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണ്ടു. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത്, അബ്രഹാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യം അബ്രഹാമിന്റെ പ്രവൃത്തിയല്ല, അബ്രഹാമിന്റെ ഫെയ്ത്ത്. അബ്രഹാം ഇസഹാക്കിനെ യാഗമാക്കി നൽകിയതല്ല അബ്രഹാമിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അബ്രഹാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യം അബ്രഹാമിന് ദൈവവചനത്തിലുണ്ടായിരുന്ന വിശ്വാസം. എന്നാൽ നമുക്ക് ഭിന്നത്വത്തിൽ അറിയാം, അബ്രഹാമിന്റെ ജനത, അബ്രഹാമിന്റെ സന്തതി മിസ്രൈമിൽ വെച്ച് വലിയൊരു ജനതയായി മാറി. അങ്ങനെ വലിയൊരു ജനതയായി മാറിയ ഇസ്രായേൽ ജനം അടിമത്വത്തിൽ നിന്ന് 430 വർഷങ്ങൾക്ക് ശേഷം പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ടവരായ ദൈവജനത്തെ നമ്മൾ ഭിന്നത്വത്തിൽ കാണുന്നത് പലവിധത്തിലുള്ള ചലഞ്ചുകളുടെ നടുവിൽ കൂടെ വരും. അങ്ങനെ പലവിധ ചലഞ്ചുകളിൽ കൂടി പോയവരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സീനായ് മലയിൽ വെച്ച് കർത്താവ് അവർക്ക് ഉടമ്പടി നൽകി. ആ ഉടമ്പടികൾ എന്ന് പറയുമ്പോൾ ചെറിയ ഉടമ്പടികളല്ല, ചെറിയ ഉടമ്പടി നിയമങ്ങളാണ് നൽകിയത്. ഉടമ്പടി ചെയ്ത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നിയമങ്ങളല്ല കേട്ടോ. 10 കൽപ്പനകളും 600-ൽ പരം ഉപകൽപ്പനകളും കർത്താവ് കൊടുക്കും. ആ കൽപ്പനകളെ അനുസരിച്ച് അവര് ജീവിക്കാനായിട്ട് ശ്രമിച്ചു.
അത് അവരുടെ ജീവിതത്തിനകത്ത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, ചെയ്യേണ്ടതാണ്, നിവർത്തിക്കേണ്ടതാണ്. പക്ഷെ അവർക്കത് നിവർത്തിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റി. അവര് മാക്സിമം അവരുടെ ലൈഫിൽ അവര് ഫുൾ എഫേർട്ട് ഇട്ടു അതൊന്ന് ചെയ്തെടുക്കാൻ. നമുക്കറിയാം അവരുടെ ആഘോഷങ്ങളൊക്കെ അവര് കൊടുത്തിരുന്ന പ്രാധാന്യം നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. എന്നാൽ നമുക്കറിയാം യേശുവിന്റെ കാലത്തും അവർ ശബത്ത് അനുഷ്ഠിക്കുന്നതിനുള്ള അവരുടെ തീവ്രമായ സമർപ്പണം, യാഗങ്ങൾ അർപ്പിക്കാനുള്ള അവരുടെ സമർപ്പണം, അതൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദേ ലൈക്ക് ടു ഡു ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. അവർക്ക് കർത്താവിന് വേണ്ടി ഏറ്റവും നല്ലത് ബെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള കൂട്ടത്തിൽ അവര് മാക്സിമം ട്രൈ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണാൻ സാധിക്കും. മാക്സിമം അവർ ട്രൈ ചെയ്യും. പക്ഷെ പരമാവധി അവർ ട്രൈ ചെയ്ത് ശ്രമങ്ങൾ വിഫലമായി തീർന്നതിന് കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. റോമാലേഖനത്തില് അതിന്റെ 8-ാം വാക്യം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ അവിടെ കർത്താവ് ചെയ്ത കാര്യം അവരുടെ അകൃത്യങ്ങൾ, അവരുടെ പാപങ്ങൾ പരിഹരിക്കത്തക്കവണ്ണം കൊടുത്ത നിയമങ്ങളെ അവർക്ക് അനുഷ്ഠിക്കാനോ അത് ചെയ്തെടുത്ത് അവരുടെ ജീവിതത്തിനകത്തൊരു മാറ്റം സാധിച്ചെടുക്കാനോ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. അതൊരു വലിയ പരാജയമായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ അത് സാധിക്കാതെ പോയ അവരുടെ ജീവിതത്തിന് ദൈവം തന്റെ പുത്രനെ, അവിടെ ഇങ്ങനെയാണ് വാക്യം എഴുതിയിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനത, ന്യായപ്രമാണത്തിന്റെ കുഴപ്പമല്ല, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത്. എന്താണ് ജഡത്തിന്റെ ബലഹീനത? നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? ജീവനില്ല. മരിച്ച ജഡത്തിന് എങ്ങനെയാണ് ഈ കൽപ്പനകളെ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്? സാധിക്കാതെ പോയി. പക്ഷെ എന്നാൽ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പൊ അങ്ങനെ അയക്കപ്പെട്ടവനാണ് യേശു. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, എല്ലാവരെയും, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അയക്കപ്പെട്ടവനായ വചനം. ആ യേശു ഭൂമിയിലേക്ക് വന്ന് ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയതിനെ സാധിച്ചു. നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന് 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. 4-ാം വാക്യം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകപ്പെട്ടിരുന്ന പ്രമാണങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും അവരുടെ ലൈഫിലും തൃപ്തികരമായ ഒരു മാറ്റത്തിനത് കാരണമായി തീർന്നില്ല, മുഖാന്തരമായില്ല. എന്നാല് അതിന്റെ 10-ാം വാക്യം, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 12-ാം വാക്യം, യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട്. 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനോട് എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിന്റെ പ്രവൃത്തിയുടെ മുഴുവൻ കാര്യങ്ങളും ആ ദൈവജനത്തിന്, അബ്രഹാമ്യ ജനപ്രകാരമുള്ള അബ്രഹാമ്യ സന്തതിക്ക് അവർക്ക് വേണ്ടി നൽകപ്പെട്ടിരുന്ന ന്യായപ്രമാണത്തിന്റെ സകല കാര്യങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ യേശു ചെയ്ത് നിവർത്തിച്ച പാപത്തിന് അല്ലെങ്കിൽ ലംഘനത്തിന് പരിഹാരം വരുത്തി ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു, നിവർത്തിച്ചു. അപ്പൊ യാഗങ്ങളും ക്രമങ്ങളും എല്ലാം എവിടെയായിരുന്നു? പഴയ നിയമത്തിൽ. കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ അകൽച്ചു നിൽക്കും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഏകയാഗത്താൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 12:2 പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അവിടെ യേശുവിനെയാണ് നോക്കേണ്ടത്.
ഇവിടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നിങ്ങളുടെ നോട്ടം എത്തേണ്ടത്. ക്രിസ്തു, ക്രൈസ്റ്റ് വിൽ ബി യുവർ ഫോക്കസ്. അപ്പൊ യേശുവിലേക്ക് നോക്കണ്ട, ക്രിസ്തുവിലേക്ക് നോക്കണ്ട അവരുടെ ജീവിതത്തില് ക്രിസ്തുവിലേക്ക് നോക്കണ്ട, അവർ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് നോക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ചു തിരുവരുത്തില്ല നിങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നത്. അല്ല, ജീവൻ പ്രാപിക്കേണ്ടത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ലാതെ. അപ്പൊ ഇവിടെ പറയുന്നത് സകല പാപത്തിനും പരിഹാരം വരുത്തി. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. അപ്പോ അത് ഡെഫിനറ്റ് ആയിട്ട് പറയുക, സംശയാസ്പദമായിട്ടല്ല, സംശയമില്ലാതെ പറയുന്നു, സൽഗുണപൂർത്തി വരുത്തി. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിനോട് എന്ത് നടന്നു? സൽഗുണപൂർത്തി വരുത്തി. അങ്ങനെ സൽഗുണപൂർത്തി വരുത്തിയത് കൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, എന്നാൽ അവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പൊ അവിടെ അസന്നിഗ്ധമായി പറയുകയാണ്, ഇനി യാഗങ്ങളുടെ ആവശ്യമില്ല. കാരണം എന്താ? പാപത്തിന് പരിഹാരം വരുത്തി. എന്തിനാണോ യാഗങ്ങൾ നൽകപ്പെട്ടിരുന്നത്, എന്തിനാണോ ആചാര അനുഷ്ഠാനങ്ങൾ നൽകപ്പെട്ടിരുന്നത്, എന്തിനാണോ കൽപ്പനകൾ നൽകപ്പെട്ടിരുന്നത്, അത് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നിവർത്തിച്ചു. യേശു തന്റെ ശരീരത്തിൽ നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 കൽപ്പനകൾ. ചെയ്യരുത്, അരുത്, അരുത്, ചെയ്യണം, ചെയ്യണം, ശബത്തിനെ ആചരിക്കണം, ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നീട് ചെയ്യരുതാത്ത കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 10 കൽപ്പനകൾ നൽകിയപ്പോ അത് ജീവന് വേണ്ടി നൽകിയതാണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം. എന്നാൽ അരുത് എന്നും ചെയ്യണമെന്നും പറഞ്ഞ കൽപ്പനകൾ 10 കൽപ്പനകൾ തന്നപ്പോൾ ഉപകൽപ്പനകളിലൂടെ ഈ കൽപ്പനകൾ ലംഘിച്ചാലുള്ള ശിക്ഷാവിധികളും ക്രമങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം അവർക്ക് നൽകി. അപ്പോൾ ഇവരുടെ ഈ 10 കൽപ്പനകളെ പ്രമാണിക്കുവാനുള്ള അവരുടെ പരിമിതി ജഡബലഹീനമായതുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജഡത്തിൽ അവൻ ചെയ്തൊരു കാര്യമാണ്. എന്താണ്? 10 കൽപ്പനകളെ മുഴുവൻ നിവർത്തിച്ചു. എങ്ങനെയാണ് നിവർത്തിച്ചത്? അതായത് നമുക്കറിയാം, ശബത്തിനെ ലംഘിക്കരുത്. കർത്താവ് ശബത്തിനെ ലംഘിച്ചില്ല. ശബത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വസ്ഥതയാണ്. മനുഷ്യന് സ്വസ്ഥത നൽകുന്നതിൽ കർത്താവ് താല്പര്യമുള്ളവനായിരുന്നു. നമുക്കറിയാം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതെ, കർത്താവ് അതിൽ വളരെ വളരെ ശക്തമായി അതിൽ തന്നെ നിന്നു. അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്തില്ല. എന്നാൽ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടോ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ നമുക്ക് ഗുണമുണ്ടാകുന്നില്ല. ഇല്ലെങ്കിൽ ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ടവർക്ക് ഗുണമുണ്ടാകുന്നില്ല. അവർക്ക് ഗുണമുണ്ടാകത്തക്കവണ്ണം അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ശാപങ്ങളും യേശു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പാപമില്ലാത്തവൻ പാപമായി ഗണിക്കപ്പെട്ടു, ശാപമല്ലാത്തവൻ ശാപമായി തീർന്നു. അവൻ രോഗമില്ലാത്തവൻ രോഗം ശീലിച്ചവന്, സമ്പന്നനായവൻ ദരിദ്രനായിട്ട് ക്രൂശിന്മേൽ കയറി. സകല മാനവജാതിയുടെ ന്യായപ്രമാണത്താൽ ലംഘനക്കാരെന്ന് വിധിക്കപ്പെടുന്ന സകലർക്കും വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചു? യേശുവിന്റെ ക്രൂശ് മരണത്താൽ എബ്രായ ലേഖനത്തിന്റെ ഈ 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്ന അനുസരിച്ച് സൽഗുണപൂർത്തി വരുത്തി. എന്നേക്കും സൽഗുണപൂർത്തി വരുത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സൽഗുണപൂർത്തി ഇരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളല്ല, യേശുവിന്റെ ക്രൂശ് മരണത്തെങ്കിൽ ആദാമ്യ പാപത്തിന്റെയും ന്യായപ്രമാണ ലംഘനത്തിന്റെയും മുഴുവൻ വിലയും കർത്താവ് കൊടുത്തു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴുണ്ടായിരുന്നവരോ ന്യായപ്രമാണത്തിന് കീഴില്ലാത്തവരായിരുന്ന ജാതികളോ പാപത്തിന്റെ പരിണിത ഫലം ചുമക്കേണ്ട കാര്യമില്ല.
പാപത്തിന് യേശു ക്രിസ്തുവിന്റെ തന്റെ ശരീരത്തിൽ അതിന് അവൻ വില കൊടുത്തു. അവൻ അതിന്റെ മുഴുവൻ വിലയും കൊടുത്തിട്ട് വിശ്വസിക്കുന്ന സകലരെ നീതീകരിച്ചു. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന. റോമാലേഖനത്തില് അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാമത്തെ വാക്യം: വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തുവില് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഞാൻ നീക്കേണ്ടതിനല്ല, നിവർത്തിക്കുവാനത്ര വന്നത്. അപ്പോൾ യേശുവിനോട് എന്ത് സംഭവിച്ചു? നിവർത്തീകരിക്കപ്പെട്ടു. എന്ത് നിവർത്തീകരിച്ചു? ന്യായപ്രമാണത്തിന് നിവർത്തി യേശുവിനോട് സംഭവിച്ചു. അങ്ങനെ ന്യായപ്രമാണത്തിന് നിവർത്തി യേശുവിനോട് സംഭവിച്ചപ്പോൾ ഇവിടെ പറയുന്നത് നിവർത്തീകരിക്കപ്പെട്ടു എന്നതിൽ അപ്പുറമായി റോമാലേഖനം 10:4 പറയുന്നത് യേശു ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. അപ്പൊ ന്യായപ്രമാണം കഴിഞ്ഞു. അപ്പൊ ന്യായപ്രമാണം ഉള്ളിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ എവിടെയായിരുന്നു? പ്രവർത്തിക്കുക, ഇത് ചെയ്തു തീർക്കുക, ഇത് ചെയ്തു തീർക്കുക, ഇത് ചെയ്തു തീർക്കുക. ആരെങ്കിലും അബ്രഹാമി അനുഗ്രഹത്തിന് അവകാശികളോ ആയി മാറണമെങ്കിൽ, അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് പ്രാപ്തി ലഭിക്കണമെങ്കിൽ അവർ പരിച്ഛേദന ഏൽക്കണം. അവിടെ നൽകപ്പെട്ടിരുന്ന എല്ലാ ഉടമ്പടികളും കൽപ്പനകളും അവർ അനുസരിക്കണം. അതായത് അബ്രഹാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു, നീതീകരിക്കപ്പെട്ടവൻ അബ്രഹാം. അപ്പൊ ഇന്ന് അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നീതീകരിക്കപ്പെടണം. നീതീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൽപ്പനകളൊക്കെ അനുസരിക്കണം. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ അറിവ്. എന്നാൽ ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്ന ഏവനും. ആമേൻ. റോമർ 10:4 വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. അപ്പൊ ഇനി ഇവിടെ അബ്രഹാമിന് ലഭിച്ച നീതിയും അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തങ്ങളും അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹവും കവനന്റും നമ്മുടെ സ്വന്തമായി മാറേണ്ടതിന് ഇനി നാം പ്രവർത്തികളാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എബ്രായലേഖനം 12:2 കാണുന്നത് വിശ്വാസത്തിന്റെ നായകൻ, ഓദർ, വിശ്വാസത്തെ തുടങ്ങിയവൻ. അതായത് അബ്രഹാം വിശ്വസിച്ചു, എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടപ്പോ ഇന്ന് നിങ്ങൾ ഞാനും ക്രിസ്തുവിന്റെ വിശ്വാസമല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം, അതെ ഹല്ലേലൂയ, ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ട്, അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അബ്രഹാമിന്റെ അനുഗ്രഹം ഹല്ലേലൂയ ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നോക്കേണ്ടത് അവിടെ നിന്ന് വിശ്വാസത്തിന്റെ നായകൻ, വിശ്വാസത്തെ തുടങ്ങിയവൻ യേശുവാണ്. യേശു ക്രിസ്തുവിലാണ് വിശ്വാസത്താൽ നീതീകരണം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് ദൈവവചനത്തിൽ പറയുമ്പോഴും അവൻ നീതീകരിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തുവിലല്ലാതെ അബ്രഹാമിന് സാധ്യമായില്ല. എന്നാൽ നിങ്ങൾക്കും എനിക്കും അതെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാൽ ആത്മാവിൽ രക്ഷ പ്രാപിച്ചവരായി നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏതൊക്കെ കുറവുകളും ബലഹീനതകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, ആ കുറവുകൾക്ക് അതീതമായി, ബലഹീനതകൾക്ക് അതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് ഇന്നും പ്രവർത്തിക്കാൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളിൽ ഉണ്ടാകേണ്ട ബോധ്യം ഇതാണ്: ഞാൻ നീതീകരിക്കപ്പെട്ടവൻ. എങ്ങനെ? ക്രിസ്തുവിലെ വിശ്വാസം. അതുകൊണ്ട് എങ്ങോട്ട് നോക്കണം? അബ്രഹാമിനെ അല്ല, ഇസഹാക്കിനെ അല്ല, യാക്കോബിനെ അല്ല, ദാവീദിനെ അല്ല, മോശയെ അല്ല, യോശുവ അല്ല, നോക്കേണ്ടത് ക്രിസ്തുവിലേക്ക്. ഏലിയാവിനെയോ ഏലിശയോ ദാനിയേലിനേക്ക് അല്ല നോക്കേണ്ടത്. അവരൊക്കെ വിശ്വാസികളുടെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം മുമ്പിൽ നിൽക്കുക. പക്ഷെ അവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവർക്കാർക്കും നമുക്ക് ലഭിച്ച രക്ഷയുടെ പൂർത്തീകരണം ലഭിച്ചില്ല ക്രിസ്തു കൂടാതെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എനിക്കും ഹല്ലേലൂയ വലിയ പദവി എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ പൂർണ്ണമായ രക്ഷ പ്രാപിച്ചവരാണ്. ആരോഗ്യത്തില്, ജീവിതത്തില്, സ്വസ്ഥതയില്, സമാധാനത്തില്, സകല മേഖലകളിൽ
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രിസ്തുവിലേക്ക് നോക്കുക. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിച്ച്, നിങ്ങൾ ഈ ചെയ്യുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ അല്ല നിങ്ങളെ നീതീകരിക്കുന്നത്. ആമേൻ, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം നിങ്ങളെ നീതീകരിച്ചിരിക്കുക. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വായിക്കുന്ന വാക്യങ്ങളല്ലേ, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കണം, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. ആ ബോധ്യത്തോടുകൂടെ ആമേൻ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ സകല നന്മകളാലും നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവെങ്കിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തിന്റെ യാത്രയിൽ മുന്നോട്ട് കുതിപ്പാൻ സഹായിക്കണം. എല്ലാ പ്രതിസന്ധികളെയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസവും ഉറപ്പുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, തരണം ചെയ്യാനായിട്ട്, അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എവിടൊക്കെ അവർ വീണുപോയോ, എവിടൊക്കെ തകർന്നു പോയോ, ആ വീഴ്ചയും തകർച്ചയും എല്ലാം വിശ്വാസത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ധൈര്യത്തോടെ വചനത്തിലെ വിശ്വാസം, ക്രിസ്തുവിലെ വിശ്വാസത്താൽ സകലത്തിനെയും ജയിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുറ്റബോധമുണ്ടോ? ആമേൻ, കർത്താവെ, ശാപത്തെ ഭയന്നിട്ടോ, പാരമ്പര്യമായ ശാപത്തെ ഭയന്ന് പല കാര്യങ്ങളെ ഭയന്ന് തളർന്നിരിക്കുന്നവരുണ്ട്. കർത്താവ് യേശുവിന്റെ നാമത്തില് ആമേൻ, യേശുവിന്റെ ഏകയാകത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ സകല പ്രതിസന്ധികളെയും ജയിച്ചു മുന്നേറുവാൻ കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിൽ ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തേണ്ടത്. അതായത് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ അറിയിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വചനം ഞാൻ തുടർച്ചയായിട്ട് വചനത്തിൽ നിന്നാണ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ തന്നെ ഇത് ഒതുക്കി നിർത്താം. നിങ്ങൾ ചിലർക്കെങ്കിലും ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതത്തിലും അവരും സ്വതന്ത്രമായി ജീവിക്കട്ടെ, ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കട്ടെ. അതെ, ആകയാൽ ആമേൻ, കർത്താവിലെ വിശ്വാസത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അത് കൂടുതൽ ദൈവകൃപയിലെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും അതൊരു പ്രോത്സാഹനമായിരിക്കും. ആകയാൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ തുടർച്ചയായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.